പ്രധാനമന്ത്രി പദത്തിൽ നരേന്ദ്രമോദി ഇരിക്കാൻ തുടങ്ങിയിട്ട് വർഷം 10 കഴിഞ്ഞിരിക്കുന്നു. ഇക്കാലയളവിനിടയിൽ ഒരിക്കൽ പോലും രാഷ്ട്രീയ സ്വയംസേവക് സംഘം എന്ന RSSന്റെ നാഗ്പൂരിലുള്ള ആസ്ഥാനത്തിൽ മോദി സന്ദർശനം നടത്തിയിട്ടില്ല. 2 വട്ടവും മികച്ച ഭൂരിപക്ഷത്തിലാണ് അധികാരത്തിലെത്തിയതെങ്കിലും 3-ാം വട്ടം സഖ്യകക്ഷികളുടെ പിൻബലത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ RSSനെ കണ്ടില്ലെന്ന് നടിക്കാൻ ഇനിയും സാധിക്കില്ലെന്ന് നരേന്ദ്രമോദിക്കറിയാം. അതുകൊണ്ട് കൂടിയാണ് 10 വർഷത്തെ ഇടവേള അവസാനിപ്പിച്ച് മോദി RSSന് കൈകൊടുക്കുന്നത്. RSS നിയന്ത്രണത്തിലുള്ള സ്ഥാപനമായ മാധവ് നേത്രാലയ ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് സെന്ററിന്റെ വിപുലീകരണ പദ്ധതിക്ക് തറക്കല്ലിടാനാണ് മോദി നാഗ്പൂരിലെത്തുന്നത്. ഈ വർഷം നടക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ BJPയെ നയിക്കാൻ പുതിയ ദേശീയ പ്രസിഡന്റിനെ ഉടൻ തെരഞ്ഞെടുക്കണമെന്നതിനാൽ നരേന്ദ്രമോദിയും RSS നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച ഏറെ നിർണായകമാണ്. 2024 പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ BJPയും RSSും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. അബ് കി ബാർ 400 പാർ എന്ന മോദിയുടെ മുദ്രാവാക്യം അമിത ആത്മവിശ്വാസത്തിൻ്റെതാണ് എന്ന് RSS കുറ്റപ്പെടുത്തിയതാണ്. BJPക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതോടെ RSS കടിഞ്ഞാൺ ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നീടാണ് സംഘവുമായി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. ഹരിയാന, മഹാരാഷ്ട്ര, ഡൽഹി എന്നീ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി BJP നേതൃത്വം RSSുമായി പലതവണ കൂടിക്കാഴ്ചകൾ നടത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി RSSനെ പ്രശംസിക്കുകയും ദേശീയ ലക്ഷ്യങ്ങളോടുള്ള അതിൻ്റെ പ്രതിബദ്ധതയെയും പ്രവർത്തകരുടെ സമർപ്പണത്തെയും പുകഴ്ത്തുകയും ചെയ്തു. മോദിയുടെ ഇത്തരം പരാമർശങ്ങൾ പുതിയ അധ്യക്ഷനെ നിയമിക്കുമ്പോൾ തൻ്റെ വലം കൈയായ നേതാവിൻ്റെ സാധ്യതകൾ തുലയാതെ കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇനി BJPക്ക് മുന്നിലുള്ള ലക്ഷ്യം ബീഹാറാണ്. RSS നേരിട്ട് ബീഹാറിൽ BJPയെ നിയന്ത്രിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ മാസം അവസാനം ബീഹാർ സന്ദർശിക്കാൻ സാധ്യതയുള്ളതിനാൽ പട്നയിലെ രാഷ്ട്രീയ സാഹചര്യം ചൂടുപിടിക്കുകയാണ്. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തന്ത്രം തയ്യാറാക്കുന്നതിന് ബീഹാറിലെ RSS നേതാക്കളുമായി അമിത്ഷാ ചർച്ച ചെയ്യുന്നുണ്ട്. ബീഹാറിൽ ക്യാമ്പ് ചെയ്യുമെന്നും തെരഞ്ഞെടുപ്പ് പ്രചരണം നിരീക്ഷിക്കുമെന്നും അമിത്ഷാ അടുത്തിടെ പ്രഖ്യാപിച്ചതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നരേന്ദ്രമോദി എത്തുന്നത്. നിലവിൽ ബീഹാറിൽ BJP, JDU പാർട്ടികളാണ് ഭരണത്തിലുള്ളത്. ഇനിയും മുഖ്യമന്ത്രിയായി നിതീഷ് കുമാറിനെ വാഴിക്കണോ അതോ മാറ്റി നിർത്തണമോ എന്ന ചിന്തയും RSSനുണ്ട്. അക്കാര്യത്തിലുള്ള ചർച്ചയും മോദി RSS ആസ്ഥാനത്ത് നടത്തുന്നു എന്നാണ് അറിയുന്നത്. ബീഹാറിലെ RSS ഇടപെടൽ നിതീഷ് കുമാറിനെ വലിയ രീതിയിൽ കുഴപ്പിക്കുന്നു. ഭരണം പിടിക്കണമെങ്കിൽ നിതീഷിനെ ചുമക്കണമെന്നാണെങ്കിൽ അതിന് തയ്യാറാകണമെന്നാണ് BJP പറയുന്നത്. അതേസമയം അതിൻ്റെ ആവശ്യമില്ലെന്നും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ബീഹാറിൽ നിന്ന് BJP നേടുമെന്നും അവിടുത്തെ നേതാക്കന്മാർ അവകാശപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ബീഹാറിൽ ചർച്ച JDUമായിട്ട് വേണ്ടെന്നും RSSനെ കൂടെ ഉറപ്പിച്ചു നിർത്തണമെന്നുമാണ് BJP ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് നരേന്ദ്രമോദി 10 വർഷങ്ങൾക്ക് ശേഷം ആസ്ഥാനമായ നാഗ്പൂരിലെത്തി RSS നേതാക്കളുമായി ചർച്ച നടത്തുന്നത്.